സഹൃദയരായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഹാർമോണിയ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഹാർമോണിയ ക്ലാസിന്റെ വിശദീകരണം തന്നെയാണ്. അതായത് നമുക്ക് ഓരോ രാഗം വായിച്ചിട്ട് അതിലൂടെ നമുക്ക് മറ്റ് രാഗങ്ങൾ കൂടെ പരിചയപ്പെടാം. അതൊരു ഐഡിയ ഞാൻ കാണിച്ചു തരാം. ആദ്യം ശുദ്ധ ധന്യാസി. ശുദ്ധ ധന്യാസി എന്ന് പറയുന്നത് ഉദയരവി ചന്ദ്രിക എന്ന് പറയും. ഉദയരവി ചന്ദ്രിക എന്ന് പേരുണ്ട്. ശുദ്ധ ധന്യാസിയാണ്. അപ്പൊ അവരോടും വായിക്കട്ടെ. ചെറുതും വലുതും പറഞ്ഞുതരാം. ചെറുതിന് 1 എഴുതും, വലുതിന് 2 എഴുതും. അപ്പൊ ഗ ചെറുത്, മാ ചെറുത്, നീ ചെറുത്. ഓക്കെ, അത് കണ്ടുപിടിക്കണം. എങ്ങനെ? നീ ചെറുത്, വലുത്, ഗ ചെറുത് കണ്ട്, വലുതും കഴിഞ്ഞ് മാ ചെറുത് കണ്ട്, അങ്ങനെ കണ്ടുപിടിക്കണം. പാ പിന്നെ കാണുന്നത് പായ, മാ വലുതും കഴിഞ്ഞിട്ട്. പിന്നെ ധാ ചെറുത്, വലുത്, ധാ ഇല്ല. നീ ചെറുത്, ചെറുതാണ് ഇതിനുള്ളത്. അപ്പൊ അത് കണ്ടുപിടിക്കാം. ഓരോ സ്വരങ്ങളും ഞാൻ ഹാർമോണിക് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നമ്മള് വായിക്കാം. ജി സ്കെയിലാട്ടോ, ജി 5. അപ്പൊ ഇതിൽ കുറെ പാട്ടുണ്ട്. എന്തിനു വേറൊരു സൂര്യോദയം, പിന്നെ സോരരാഗ ഗംഗ പ്രവാഹമേ, അതുണ്ട്. പിന്നെ 10 വെളുപ്പിനെ. മനസ്സിലായോ? അപ്പൊ ഇത്രയും പാട്ട്, അത് കുറെ പാട്ടുകളുണ്ട്. ഈ 2-3 പാട്ട് പറഞ്ഞു തന്നാ മതി കണ്ട്. അപ്പൊ ഇതായി ഈ പാട്ടിൽ ഇപ്പൊ നമ്മള് സഗമ എന്നല്ല എഴുതിയത്, സഗമ പനിസ എന്നല്ല. അപ്പൊ അടുത്ത സ്വരം ഗായാണ്. സഗ, അത് നമ്മള് ഗമപനി സഗ, ഗമപനി സഗ എന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ അതിന്റെ ചെറുതും വലുതും നോക്കിയാല് ശരിക്കും ചെറുത് വലുത്, ഗ ചെറുത് വലുത്, മായില്ല, പാ അവിടെ പിന്നെ ധാ വലുതാണ് വരുന്നത്, സ. അപ്പൊ അത് ഏത് രാഗമായി മാറും? ഗമപനി സഗ ഗ സനി പ മഗ സരി ഗ പദ സ സദ പ ഗരി സ. മോഹനായി മാറി. ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മള് സഗമ. അപ്പൊ അതിന്റെ ഗായ ഫസ്റ്റ് സ കഴിഞ്ഞ് തൊട്ട സ്വരം ഗായല്ലേ, ആ ഗായം കൊണ്ട് സായാക്കി മാറ്റി. അപ്പൊ മറ്റേത് അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഗമ പനി സഗ ഗ സനി പ മഗ, അത് സരി ഗ പദ സ സദ പ ഗരി സ. രി ചെറുത് വലുത്, ഗ ചെറുത് വലുത്, ദാ സരി ഗ വലുത്, പ ധ ക വലുത്, സ. അപ്പൊ മോഹനത്തിന്റെ രീ വലുത്, ഗ വലുത്, ധ വലുത്. അത് എണ്ണി നോക്കിയാൽ കിട്ടും. നമുക്ക് സരി ഗ പദ സ സദ പ ഗരി സ. മനസ്സിലായോ? ആ പാട്ടുണ്ട്. പിന്നെ വീണുടയാലിരിക്കാം ജീവിതം വീണതരാം ഞാൻ കയ്യിൽ. ശങ്കരപന്തന്റെ മനസ്സിലായോ? അതാണ് ഇപ്പൊ നമ്മള് അതിലൊരുപാട് പാട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, നീലഗിരിയുടെ ബാക്കി. അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ മോഹനരാഗത്തില് മോഹനാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് 2 പാട്ട് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ സരി ഗ പദ സദ പ ഗരി സ. ഇനി സരി, ആ രീന്ന് തുടങ്ങാം. സാ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സ്വരം രീ ആണ്. സരി
സരി. അപ്പം അത് സായാക്കി മാറ്റാം. അപ്പൊ ദാ രേ ഗ സരി ഗ രേ ഗ പ ദ സരി രി സ ദ പ ഗ രി ഗ രി രി ഗ പ ദ സരി രി സ ദ പ ഗ രി. ഇനി ഇവിടെ അത് ഏത് സ്വരം നോക്കാം. സരി മ പ നി സ സനി പ മ രി സ. മധ്യമാവധി വന്ന് അതെന്തായാലും നമ്മള് മോഹനത്തിന്റെ രീതി കൊണ്ട് തുടങ്ങി. രെ ഗ പ ദ സരി രി സ ദ പ ഗ രി സരി മ പ നി സ സനി പ മ രി സ. അപ്പൊ ഇതിന് കുറെ പാട്ടുണ്ട്, ഞാൻ അന്ന് പറഞ്ഞല്ലോ. ഹരിവരാസനം മനസ്സിലായോ? ഒറ്റ പാട്ട് മതി മധ്യമാവധി ആവുമ്പോൾ 100% തെളിയിക്കാൻ. ഈ ഞാൻ നെയ്യാറ്റിക്കരവാഴൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറെ പാട്ടുകളുണ്ട്. ഓക്കെ, അപ്പൊ അത് മധ്യമാവധി കണ്ട് കിട്ടി. അപ്പം സരി മ പ നി സ സനി പ മ രി സ. ഇതായിരുന്നു മധ്യമാവധി. ഈ നേരെ സരി. അപ്പം രീ ഇങ്ങോട്ട് തുടങ്ങാം. രീ അങ്ങോട്ട് പാടി നോക്കാം നമ്മള്. രി മ പ നി സരി രി സ നി പ മ രി. ഈ ഒരു സാധനം സായാക്കനി രി. മധ്യമാവധിന്റെ നേരെ സരി എന്ന് പറയുന്നത് ആ രി നമ്മള് സായാക്കി പിടിച്ച് പാടുക. അപ്പൊ റിമ എന്നുള്ളതിന് ഗ വരും. ഗ ചെറുത് വരും. അവിടെ നിങ്ങൾ എണ്ണി നോക്കിയാല് വലുത് ചെറുത് എന്നൊക്കെ അല്ല, ചെറുത് വലുത് എണ്ണി വരുമ്പോ നിങ്ങൾക്ക് കറക്റ്റ് അവിടെ ഗായേ കിട്ടുള്ളൂ. ബാക്കി പകരം റിമ എന്നുള്ളത് സ ഗ മ ധ നി സ സ നി ധ മ ഗ സ സ ഗ മ ധ നി സ സ നി ധ മ ഗ സ. എന്ത് വന്ന് ഹിന്ദോളം വന്ന് സാമാസ പിടിക്കണ്ടേ. സാപ്പാസ പാക്കി പാ സ്വരം ഇല്ലെങ്കിലും മായാണെങ്കിൽ സാമാസ. അപ്പൊ ഏതൊക്കെ വന്ന് മനസ്സിലാവുന്നുണ്ടോ? പ്രഭാത ശിവൈരി അത് ഒറ്റ പാട്ട് മതി നിങ്ങൾക്ക് ഈ രാഗം ഹിന്ദോളാണെന്ന് മനസ്സിലാവാൻ. മനസ്സിലായില്ലേ? ഇനി ഹിന്ദോളത്ത് ഇപ്പൊ സ ഗ മ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ തൊട്ടടുത്തുള്ള സ്വരം ഗ. സ ഗ അത് സ ഗ ഗ മ എന്നപ്പോ ഗ മ ധ നി സ സ ഗ ഗ സ നി ധ മ ഗ. അപ്പൊ മനസ്സിലായില്ലേ? ഗ മ ധ നി സ ഗ ഗ സ നി ധ മ ഗ. ഇനി ഈ ഗ എന്ത് ചെയ്യണം? സായാക്കി മാറ്റുമ്പള്. അപ്പൊ എന്ത് വരും? സ ഗ മ ധ. ഇപ്പൊ സാ വരുമ്പോ നമ്മള് നേരെ സ്വരം വരുന്നതൊക്കെ പിന്നെ രീ ആണ്. സരി മ പ ധ സ സ ധ പ മ രി സ. അപ്പൊ എന്ത് വന്ന്? സരി മ പ ധ സ സ ധ പ മ രി സ. അപ്പൊ നമ്മള് എന്ത് നേരത്തെ പറഞ്ഞ സഗമ ധനിസന്റെ ഗ സായാക്കി മാറ്റിയതാ. ഗ സായാക്കി മാറ്റിയിട്ട് സഗമ എന്ന് പറയുമ്പം ഗമ സഗമ എന്ന് ഗമ എന്ന് പറഞ്ഞത് എന്തായി? ഇവിടെ ഗാക്കി പകരം സായാക്കി മാറ്റിയപ്പോ സരി ആ മാ രി ആയി മാറി. സരി മ പ ധ സ സ ധ പ മ രി സ. ഏത് രാഗം വന്ന്? ശുദ്ധ സാവേരി. തിരുവോണം ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചു തരികയാണ്. ഇതൊക്കെ ഒരു നൊട്ടേഷൻ തരികയാണ്. കറക്റ്റ് ആയിരിക്കും, ഒരു പ്രയാസം ഉണ്ടാവില്ല.
കുറെ നമ്മൾ വായിച്ചു പോവാണ്. ഇന്ന പാട്ടാണ്, ഈ പാട്ടുണ്ടെങ്കിൽ ഈ പാട്ട് ഇന്ന രാഗത്തിലുള്ളതാണ്. അപ്പൊ ഈ രാഗം മനസ്സിലാക്കി തന്നോണ്ട് തെളിവ് വേണമല്ലോ, അതുകൊണ്ടാണ് അത് ചെയ്തു തന്നത്. അപ്പൊ ഇവിടെ എത്ര രാഗം ഇപ്പൊ മാറിയില്ലേ, മാറി മാറി വന്നില്ലേ. അപ്പൊ ഇത്രയും രാഗം പഠിക്കും. ഇനി അപ്പുറത്തേക്ക് പോവാനുണ്ട്. അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ശരിയാവില്ല, ടോപ്പാ. ഒരുപാട് രാഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ, മനസ്സിലായില്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ടെക്നിക്ക് ഹാർമോണിയത്തിലുണ്ട്. വേറൊരു ടെക്നിക്ക് ഞാൻ കാണിച്ചുതരാം. കണ്ടോ? അത് സരി സഗ സമ സപ്പ, സപ്പ സദ സനി സ. ഒന്നിന് പറഞ്ഞുതരാം. സരി സഗ സമ സപ്പ, സപ്പ സദ സനി സ. നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് സസ സനി സദ സപ്പ സമ സഗ സരി സ. സരി സ ഡാഷ് ഇട്ട് മതി. അപ്പൊ താളം റെഡിയാവും. ഇവിടെ കൂടി ഞാൻ മെല്ലെ വായിച്ച് കാണിച്ചുതരാം. ഇതിന്റെ വിരലുകളൊക്കെ ഉണ്ട്. നമുക്ക് ഹാർമോണിയം ക്ലാസ്സിൽ ഞാൻ നല്ലോണം പറഞ്ഞിരുന്നു. നമ്മൾ ഓരോ ടെക്നിക്ക് പറഞ്ഞിട്ടാണ്. ഹാർമോണിയത്തിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് 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 മാക്സിമം ഉരുണ്ട് മറിഞ്ഞ് കിടന്ന് കളിക്കണതില്ലേ, നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കും പലതും. മനസ്സിലായില്ലേ? അങ്ങനെ ഹാർമോണിയത്തിൽ കളിക്കണം കുറച്ച്. അല്ലാണ്ട് നമ്മൾ ഒന്ന് വായിച്ച് ഒരിത്തിരി 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തൊന്നും ഒരു കാര്യമില്ല. അല്ലെ കൃത്യസമയം വെച്ച് പ്രാക്ടീസ് ചെയ്യണം. എന്തായാലും ഇത് വിട്ടുപോകരുത്. വിട്ടുപോയാൽ പോയി. എന്നാ ഹാർമോണിയത്തിൽ ഞാനൊക്കെ വായിക്കുന്നൊന്നും ഒന്നും അല്ല ശരിക്കും. ഓരോ പുസ്തകന്മാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ, പക്ഷെ ഞാൻ എനിക്ക് ഏതൊരു പാട്ടും നിങ്ങൾക്ക് കറക്റ്റ് നോട്ട്സ് ഞാൻ തരും. അതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അത് വായിക്കാനുള്ള കറക്റ്റ് ഫിംഗറിങ്ങും തരും. പക്ഷെ ഞാനിത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നന്നായി വായിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. നല്ല വായിക്കുന്ന ആളുകളാണെങ്കിൽ വായിക്കും. എന്റെ വായന നോക്കണ്ട. ഇപ്പൊ ഞാൻ ഇതൊക്കെ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു തെളിവ് കാണിച്ചു തന്നെ. എന്നെ രാഗങ്ങൾ ആണെന്ന് തെളിവ് വേണമല്ലോ നിങ്ങൾക്ക്. അല്ലാതെ ഒരു സാധനം വായിക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ഫംഗ്ഷൻ വായിക്കുകയാണ്, അത് കറക്റ്റ് ആയിരിക്കും. അത് ഞാൻ പണ്ടേ പറയുന്നതാണ്. നമ്മൾ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആവണം. അപ്പൊ ഇപ്പൊ ഞാൻ വായിച്ചതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് തരുന്ന സാധനം അത് കറക്റ്റ് നൊട്ടേഷൻ ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. അത് വായിച്ച് ഞാൻ ഇപ്പൊ കാണിച്ചിരുന്ന എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയോ എത്തും. നന്നായി പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, പറയുന്നത് പോലെ അനുസരിക്കുകയാണെങ്കിൽ അത് 100% വിജയിക്കും. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ചെയ്തോ. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ഇത്രയും നിൽക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശരി.